ഹലോ എവരി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ചിക്കനൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാകും. ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ 3 വെജിറ്റബിൾസാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും. ഓരോന്നും എത്ര അളവിലാണ് ചേർക്കുന്നതെന്ന് ഞാനിത് ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ പീസാണ്. ഇതൊരു ചിക്കൻ ബ്രസ്റ്റ് പീസാണ്. ചിക്കൻ ബ്രസ്റ്റ് പീസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഏതായാലും മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഇവിടെ വേവുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ വെജിറ്റബിൾസും വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യാബേജ് ഏകദേശം 4 ടേബിൾ സ്പൂണോളം ഉണ്ട്. ക്യാരറ്റ് 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ക്യാപ്സിക്കം 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. വേവിച്ചെടുത്ത ചിക്കൻ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ കട്ട് ചെയ്തെടുത്ത ശേഷം 3/4 കപ്പോളം ഉണ്ടിത്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഓരോ വെജിറ്റബിളായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നിറയെ മയോണൈസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ ചിക്കൻ വേവിച്ച സമയത്ത് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടറാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു വശം നല്ലതുപോലെ ഞാൻ മൊരിയിച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വശവും നല്ലതുപോലെ മൊരിയിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചിടുകയാണ്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അടുത്ത ബ്രെഡ് സ്ലൈസും കൂടി വയ്ക്കാം. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 8 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ ഈ 8 ബ്രെഡ് സ്ലൈസസ് മതിയാകും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് മൊരിച്ചെടുത്ത ഭാഗം താഴെയാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ മൊരിയാത്ത വശത്തിലാണ് നമ്മളിപ്പോൾ ഈ കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. കൂടുതൽ മൊരിഞ്ഞ വശം മുകളിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്.
അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്